സ്റ്റാർട്ട്. മക്കളെ, ഇന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. നാളെയാണ് നിങ്ങളുടെ എക്സാം. 7ാം ക്ലാസ്സിൻ്റെ ഹിന്ദി എക്സാമാണ് നാളെ. അതിന് ഏകദേശം ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇതിൽ പറയുന്നുണ്ട്. നിർബന്ധമായിട്ടും കാണുക, കണ്ട് പഠിക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന വിശദമായ രൂപം ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നോക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന്. ഗണ്ട് പഠയും പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയും എന്നാണ്. ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സൂചന വായിക്കുക. അതിനുശേഷം താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. अरुण और वरुण जंगल से गुजर रहे थे. अचानक एक भालू आ गया. अरुण तुरंत पेड़ पर चढ़ गया. वरुण ने जमीन पर लेटकर सांस रोक ली. भालू ने उसे सूंघा और चला गया. पेड़ से उतरकर अरुण ने पूछा, भालू ने तुम्हारे कान में क्या कहा? वरुण ने जवाब दिया, सच्चा दोस्त कभी अकेला न छोड़ता. അരുൺ ആർ വരുൺ കഹാം സേ ഗുസർ രഹേദേ എന്നാണ് ചോദ്യം. നമുക്ക് ഈ തന്നിരിക്കുന്ന സൂചനയിലേക്ക് തന്നെ നോക്കാം. അരുൺ ആർ വരുൺ ജംഗൾ അല്ലേ, ജംഗിളാണ് അതിൻ്റെ ആൻസർ, ജംഗിൾ സേ. അടുത്തത് അചാനക് കോൻ ആ ഗയാ. പെട്ടെന്ന് അവിടേക്ക് വന്നത് ആരായിരുന്നു? അചാനക് ബാലു. കണ്ടോ, ബാലു ആണ്. എന്താണ് ആൻസർ? ബാലു. അചാനക് ബാലു ആ ഗയാ. बालू को देखकर किसने पेड़ पर चढ़ गया. ബാലുവിനെ കണ്ടിട്ട് മരത്തിൽ കയറിയത് ആരാണ് എന്നാണ് ചോദിച്ചത്. ബാലുവിനെ സൂങ്ക അരുൺ തുരന്ത് പേട് പർ ചढ़ गया അല്ലെ, ആരാണ് കയറിയത്? അരുൺ ആണ്, അരുൺ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? അരുൺ, മരത്തിൽ കയറിയത്. ബാലു കോ ദേക്കർ വരുൺ നെ ക്യാ കിയാ. വരുൺ എന്താണ് ചെയ്തത്? വരുൺ നെ ജമീൻ പർ ലേട്കർ സാസ് രോക്ക് ലി അല്ലേ. അപ്പം നമുക്കിവിടേക്ക് നോക്കാം. സെമീൻ പർ ലേട്ട. വരുൺ എന്താ ചെയ്തത്? സെമീൻ പർ ലേട്ട. അതാണ് അതിൻ്റെ ആൻസർ. പേട് പർ ചട എന്നല്ല, ഗർ ചല ചിപ്പ് ഗയ അതൊന്നുമല്ല. എന്താണ്? സെമീൻ പർ ലേട്ട. സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. ഇതിൽ ശരിയായിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞത്. സച്ചാ ദോസ്ത് അകേല ചോടുത്താ ഹേ. അങ്ങനെയാണോ ഇതിൽ പറഞ്ഞത്? നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ സെന്റൻസിലേക്ക് നോക്കുക. സച്ചാ ദോസ്ത് കബി അകേല ന ചോടുത്താ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം ഇത് ശരിയല്ല, ഇത് ശരിയല്ല. സച്ചാ ദോസ്ത് അകേല ന ചോടുത്താ ഹേ, അതാണ് ശരി അല്ലേ. സച്ചാ ദോസ്ത് കബി അകേല ന ചോടുത്താ. നഹീം ചോടുത്താ എന്നാണ് പറഞ്ഞത്. സച്ചാ ദോസ്ത് രൂട്ത്താ ഹേ അല്ല, സച്ചാ ദോസ്ത് ധോക്കാ ദേത്താ ഹേ ഒന്നുമല്ല. ഏതാണ് ശരി? സച്ചാ ദോസ്ത് അകേല ന ചോടുത്താ ഹേ, അതാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. GUPS പറവൂർ 26 ഫെബ്രുവരി 2025 ജന്നത്ത് കെ ബच्चे ഉദ്ഘാടക പഞ്ചായത്ത് അധ്യക്ഷ. സുബഹ 10 ബജെ സിനിമ പ്രദർശനി. ജന്നത്ത് കെ ബच्चे സിനിമ പ്രദർശനി കാ ഉദ്ഘാടൻ കോൻ കരേഗ. എന്താണ് ചോദ്യം? ജന്നത്ത് കെ ബच्चे സിനിമ പ്രദർശനിയുടെ ഉദ്ഘാടനം ആരാണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഇത് നോക്കിയിട്ടാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ആരാണ് ജന്നത്ത് കെ ബच्चेന്റെ ഉദ്ഘാടക എന്നാ പറഞ്ഞത്? ഉദ്ഘാടക പഞ്ചായത്ത് അധ്യക്ഷ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? പഞ്ചായത്ത് അധ്യക്ഷ. सूचनाओं के आधार पर सिनेमा प्रदर्शनी का उद्घाटन संबंधी ഉദ്ഘോഷണ തയ്യാർ കരീം. ഇവിടെ തന്നത് പോസ്റ്ററാണ് അല്ലേ. ഈ പോസ്റ്റർ നമ്മൾ എന്താക്കി മാറ്റണം? ഉദ്ഘോഷണയാക്കി മാറ്റണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണിത്. ഉദ്ഘോഷണം എഴുതുമ്പോൾ അതിനങ്ങനെ ഒരു പാരഗ്രാഫ് പോലെ എഴുതണം എന്നേ ഉള്ളൂ. അതായത് പ്യാരേ ബച്ചോം എന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ എഴുതുക. ഇതിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എടുക്കുക. പ്യാരേ ബച്ചോം ധ്യാൻ ദീജിയേ എന്ന് നിങ്ങൾ എഴുതി കൊടുക്കണം. പിന്നെ പ്യാരേ ബച്ചോം ധ്യാൻ ദീജിയേ GUPS പറവൂർ 26 फरवरी 2025 GUPS പറവൂർ में जन्नत के बच्चे सिनेमा प्रदर्शन होने वाला है. पंचायत अध्यक्ष उद्घाटन करूंगा. सब बच्चे 26 फरवरी 2025 सुबह 10 बजे
GUPS പറവൂർമയും ഉപസ്ഥിത് ഹോ അല്ലെങ്കിൽ ഹാസിർ ഹോനാ ചാഹിയെ. എഴുതിയിട്ടുണ്ട്, കാണിക്കാം. പ്യാരെ ബച്ചോ ധ്യാൻ ദീജിയെ GUPS പറവൂർമയും 26 ഫെബ്രുവരി 2025 जन्नत के बच्चे सिनेमा प्रदर्शनी होने वाला है. पंचायत अध्यक्ष उद्घाटन करूंगा. सभी छात्र सुबह 10 बजे GUPS പറവൂർ में हाजिर होना चाहिए. മനസ്സിലായോ? നിങ്ങൾക്ക് തന്നിട്ടുള്ള പോസ്റ്ററിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ എഴുതിയത് അല്ലേ? അപ്പം നിങ്ങൾ ഈ പോസ്റ്റർ അതുപോലെ തന്നെ എഴുതിയിട്ടുള്ള നമ്മുടെ ഉദ്ഘോഷണയെ രണ്ടും കൂടെ ഒന്ന് സാമ്യപ്പെടുത്തിയിട്ട് വായിച്ചു നോക്കുക. രണ്ടും കൂടെ നിങ്ങൾ നോക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്തത് നോക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ്. नए वर्ष में नई फसल के ढेर अन्न का लग जाता है. यह धरती है उस किसान की. ഇത് യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന് നമ്മൾ പഠിച്ച കവിതയിലുള്ള വരികളാണ്. നെഹി രാവ് കി നെഹി രംഗ് കി നെഹി കിസി കി ധർത്തി ഹെ കേവൽ കിസാൻ കി. നമ്മളത് പഠിച്ചതാണ് അല്ലേ? എന്തായിരുന്നു നമ്മുടെ പാഠത്തിന്റെ പേര്? യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന കവിത. അപ്പൊ അതിൽ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, രാജ കെ ലിയെ സമാൻ അർത്ഥ വാലെ ശബ്ദ കവിതാസെ ചുൻകർ ലിഖിയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാജ എന്നതിന് അതേ അർത്ഥം വരുന്ന പദം എഴുതാനാണ് പറഞ്ഞത്. എന്താണ് രാജ എന്നത്? രാവ് അല്ലേ? രാവ്. രാജ, രാവ്. ആ രംഗ് നമ്മൾ പഠിച്ചാൽ നെഹി രാവ് കി നെഹി രംഗ് കി. അപ്പം എന്താണ്? രാവ് ആണ് രാജ. കവിതാംശക്ക് ആശയിലേക്ക്. അടുത്തത് എന്താണ്? കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ പഠിച്ചതാണ്, കവിതയുടെ ആശയം. അത് തന്നെ എഴുതി കൊടുക്കാം. ഇനി നാലാമത്തെ ആക്ടിവിറ്റിയാണ്. നിമ്മി കാ കൽ ബർത്ത്ഡേ ദ. വിനോദ് അങ്കിൾ കാ ദിയ ബർത്ത്ഡേ കാർഡ് ബഹുത് സുന്ദർ ദ. उस पर लिखा था तुम जियो हजारों साल, साल के दिन हो 50,000. ये कैसी कविता हुई? ये नाना के पास दौड़ी. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ബർത്ത്ഡേ കിസ്കാ ദാ. ബർത്ത്ഡേ ആരുടേതായിരുന്നു? നിമ്മിക്ക. ആരുടേതായിരുന്നു? നിമ്മിക്ക, നിമ്മിയുടേതായിരുന്നു. तालिका की सहायता से निम्मी और नानाजी के बीच की वार्तालाप की पूर्ति करें. ഇവിടെ നിങ്ങൾക്ക് വാർത്താലാപം എഴുതാനുള്ളത് തന്നിട്ടുണ്ട്. അത് ഓർഡറായിട്ട് എഴുതിയാൽ മാത്രം മതി. നാനാജി യഹ് കാർഡ് ദേക്കിയേ. നിമ്മി പറയാണ്, നാനാജി ഈ കാർഡ് നോക്കിയാലും. നാനാജി ഹാ ദിഗാവോ ബേട്ടി. ആ കാണിക്കുമോളെ. അപ്പം നിമ്മി എന്താണ് പറയുന്നത്? ഇൻ പങ്ക്തിയോ കാ ക്യാ അർത്ഥ ഹേ? കോയി ഇത്തനെ സാൽ ജീത്താ ഹേ. അല്ലേ? അതിൽ വരികളുണ്ടല്ലോ. അപ്പം നിമ്മി ചോദിക്കുകയാണ്, ഈ വരികളുടെ അർത്ഥം എന്താണ്? ആരെങ്കിലും ഇത്രയും വർഷം ജീവിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം പിതാജി നാനാജി എന്താ പറയുന്നത്? നെഹീം ബേട്ടി യഹ് ഏക്ക് ദുവാ ഹേ. ഇല്ല മോളെ, ഇതൊരു ദുവാ ആണ്, ഇതൊരു തരം പ്രാർത്ഥനയാണ് എന്ന് പറയാണ്. രണ്ടാമത്തെ നമ്മളതാണ് എഴുതേണ്ടത് അല്ലേ? ഒന്നാമത്തെ ഇവിടെ നിമ്മി എന്നുള്ളിടത്ത് ഈ ഒന്നാമത്തെ ഒന്നേന്ന് നമ്പറിട്ട സെൻറ്റൻസ് എഴുതുക. പിന്നെ നാനാജി എന്നുള്ളിടത്ത് നമ്മൾ 2 എന്നിട്ട് സെൻറ്റൻസ് എഴുതുക. ഇനി മൂന്നാമത്തത് നിമ്മി വീണ്ടും എന്താ പറയുന്നത്? ദുവാ മത്ലബ് ദുവാ. ദുവാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് ചോദിക്കുകയാണ്. നാനാജി ഇവിടെ പറഞ്ഞല്ലോ നെഹീം ബേട്ടിയേക്ക് ദുവാഹേ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ദുവാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നാണ് നിമ്മി ചോദിക്കുന്നത്. അത് മൂന്നാമത്തത് എഴുതുക. നാലാമത്തത് എന്താണ്? നാനാജി എന്താ പറയുന്നത്? നാനാജി പറയാണ് മത്ലബ് ഹേ ഹം ഐസാ കാം കരേ കി ദുനിയ ഹമേശ യാദ് രഹേം. ഇതാണ് നാലാമത്തെ സെൻറ്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് നാലാമത്തെ സെൻറ്റൻസ്. അപ്പം നിങ്ങളിവിടെ തന്നതിനനുസരിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതുക. അതാണ് നിങ്ങൾക്ക് ഇങ്ങനെ തന്നാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തത് നോക്കാം. അഞ്ചാമത്തെ ആക്ടിവിറ്റിയാണ്. धरती में प्रेम सबसे ताकतवर मूल्य है. यही इंसान की भीतर समर्पण ला सकता है और यही अतिरिक्त पाने के लालच उसके लिए एक दूसरे पर हमले, एक दूसरे पर अविश्वास और हिंसा सबके खत्म कर सकता है. इस धरती को प्रेम के सिवा और कुछ नहीं बचा सकता. मानव के लिए गद्य
ഖണ്ഡ് മേ ദിയെ ശബ്ദ കോൻസാ ഹെ. ഈ ഗദ്യഖണ്ഡ് തന്നിരിക്കുന്ന മാനവ് എന്നതിൻ്റെ അർത്ഥം വരുന്ന പദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാനവിന് ഏതാണ്? ഇൻസാൻ. ഇൻസാൻ പറഞ്ഞാലാണ് മാനവ്, മനുഷ്യൻ എന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇൻസാൻ. അടുത്തത് പ്രേമക്ക് സിവ ആർ കുച്ച് നെഹീം ഇസ് പ്രസ്താവ് പർ ലഘു ലേഖ് തയ്യാർ കരേം. പ്രേമക്ക് സിവ ആർ കുച്ച് നെഹീം എന്ന ലേഖനം എന്നതിനെ കുറിച്ചിട്ട് നിങ്ങളോടൊരു ലേഖനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന സൂചന ശരിക്കും വായിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് എന്ത് എഴുതുക? ലേഖനം എഴുതി കൊടുക്കുക. ഇതൊന്ന് സെൻറ്റൻസുകളൊക്കെ എടുത്തിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗതിവിധി 6ാമത്തെ ആക്ടിവിറ്റിയാണ്. ഈ ചിത്രം നോക്കിയിട്ട് അതിനനുസരിച്ച് താഴെയുള്ള സെൻറ്റൻസ് അതാത് സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസ് എന്താണ്? അതിനി ചോട്ടെ ബച്ചേക്കോ പീച്ചേ സെ ധക്കേൽക്കർ ഡിവൈഡർ പാർ കർനെ കി സഹായത കർത്തി ഹെ. ഹത്തിനി പിടിയാന ചെറിയ കുട്ടീനെ ഡിവൈഡർ പാർ കർണേക്കേരിയ അതിനുവേണ്ടി സഹായിക്കുന്നു എന്നാണ് പറഞ്ഞത്. ധക്കേൽക്കർ ബാക്കിൽ നിന്ന് തള്ളിയിട്ട് സഹായിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കേട്ടോ. ഇതാണ് ഒന്നാമത്തെ നമ്മളിപ്പോൾ വായിച്ച സെൻറ്റൻസ്. ഒന്നാമത്തെ സെൻറ്റൻസിൻ്റെ പിക്ചർ ഇതാണ്. ഇനി അടുത്തത് हथिनी दो बच्चों के साथ सड़क पार कर रहा है. हथिनी എന്താണ്? दो बच्चों के साथ രണ്ട് കുട്ടികളുടെ കൂടെ. हथिनी दो बच्चों के साथ सड़क पार कर रहा है. രണ്ട് കുട്ടികളുടെ കൂടെ റോഡ് ക്രോസ് ചെയ്യുന്നതായിട്ടാണ് പറഞ്ഞത്. എന്താ രണ്ട് കുട്ടികളുടെ കൂടെ പോകുന്നത്. ഇതാണ് രണ്ടാമത്തത്. ഇനി അടുത്തത് ഹത്തിനി അപ്പനെ ബച്ചേക്കെ സാത്ത് ചെങ്കൽ ജാത്തി. ഹത്തിനി തൻ്റെ കുട്ടികളുടെ കൂടെ കാട്ടിലേക്ക് നടക്കുന്നു. കാട്ടിലേക്ക് നടന്നു പോകുന്നതാണ് അടുത്തത്. മൂന്നാമത്തതാണ് ഇത്. ഓക്കെ, മൂന്നാമത്തത്. ഇനി നാലാമത്തത് ഹത്തിനി ഓർ ബഡാ ബച്ച ഡിവൈഡർ പാർ കർക്കെ ചാത്താ ഹെ. ഹത്തിനിയും അതുപോലെ തന്നെ വലിയ കുട്ടിയും ഡിവൈഡർ പാർ കർത്തേ ഹെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ രണ്ടുപേരും മുറിച്ച് കടന്നിട്ടുണ്ട്. ചെറിയ കുട്ടി റോഡിൽ നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നാലാമത്തായിട്ട് വരുന്നത്. ഇവിടെ ഉള്ളതിനനുസരിച്ചിട്ട് കേട്ടോ, ഇവിടെ തന്നതിനനുസരിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി ഇവിടെ നമ്പർ ഇട്ടതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒന്നാമത്തെ സെൻറ്റൻസ് ആണ്. ഇതിലുള്ള ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് 2. ഈ നിങ്ങൾക്ക് തന്ന നമ്പറിനനുസരിച്ചിട്ട് ഇത് തന്ന നമ്പർ അനുസരിച്ചിട്ട് രണ്ടാമത്തതാണ് ഇത്. പിന്നെ ഒന്നാമത്തതാണ് ഇതാണ് 1. നിങ്ങളെ ചിത്രത്തിലുള്ള നമ്പറിനനുസരിച്ച് 1 അതാണ്. അടുത്തത് ചിത്രത്തിലെ നമ്പറിനനുസരിച്ചിട്ട് 3 ഇതാണ്. 4 ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? ഹത്തിനി അപ്പനെ ബച്ചോക്കെ സാത്ത് ജംഗൽ ജാത്തി ഹെ നാലാമത്തതാ 4. ഹത്തിനി കുട്ടികളുടെ കൂടെ കാട്ടിലേക്ക് പോകുന്നു. ഇതാണ് 4. പിന്നെ 3 ഈ നമ്പറിനനുസരിച്ച് 2 തരത്തിലുള്ള നമ്പർ ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് നോക്കുക. ഓക്കെ, 1 2 3 4. അപ്പോൾ കറക്റ്റായില്ലേ? എത്രയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? നിങ്ങൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പഠിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മാത്രം തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വായിച്ച് പഠിക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യണം? ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, കണ്ടിട്ട് പഠിക്കുക. എക്സാം നന്നായിട്ട് എഴുതുക. നല്ലൊരു മാർക്ക് തന്നെ എല്ലാവരും വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക.